നമസ്കാരം സുഹൃത്തുക്കളെ, ജയിലിൽ കിടന്ന് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂലി നമ്മുടെ സർക്കാർ കൂട്ടി. ജയിലിൽ കിടന്നാണ് നിങ്ങൾ ഈ സന്തോഷ വാർത്ത കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂടുതൽ ജയിൽ വാർത്ത സന്തോഷം നിങ്ങളെ പുളകം കൊള്ളിക്കുന്ന വാർത്തകൾ നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പം ജയിലിൽ കിടന്ന് വീഡിയോ കാണുന്നവർ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എത്ര പേര് കിടന്നിട്ട് കാണുന്നുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാണ് ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നത്? ഒരാളെ തല്ലിക്കൊന്നിട്ട് ജയിലിൽ പോകൂ? നിങ്ങൾക്ക് സർക്കാർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ലക്ഷപ്രഭുവാക്കി നിങ്ങളെ ഇറക്കുന്നതാണ്. മുൻപ് 63 രൂപയാണ് കൂലിയെങ്കിൽ ഇപ്പോൾ 530 രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ വലിയ വലിയ പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഭയങ്കര ബഡേ പരിപാടി പിണറായി വിജയൻ പറയിപ്പിക്കുന്നില്ല. ഞാൻ എന്താണെങ്കിലും വാർത്ത ഒന്ന് കാണു കേട്ടോ. സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 63 രൂപയുണ്ടായിരുന്ന വേതനം 520 രൂപയായും 177 രൂപ എന്നത് 560 രൂപയായും 152 രൂപ എന്നത് 620 രൂപയായും കൂട്ടിയിരിക്കുന്നു. 4 സെൻട്രൽ ജയിലുകളായി കഴിയുന്ന 3000-ലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും. അതാണ് പോയിന്റ്. രാഷ്ട്രീയ തടവ് ഉണ്ടാക്കി കൊടുക്കും അങ്ങോട്ട്. തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന ഉത്തരവിലുണ്ട്. രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും. തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന ഉത്തരവിലുണ്ട്. ജയിലിൽ കിടക്കുന്നവരുടെ അന്തസ്സ് നമ്മുടെ മുഖ്യം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ അമ്മമാര് പോയി അവിടെ കിടക്കുന്നത്. അന്നേരം പിന്നെ പൊള്ളും. അവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഉണ്ടാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്തൊരു തൊലിഞ്ഞ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. സീരിയസ്ലി പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഇവിടെ തൊഴിലുറപ്പുകാരുടെ ശമ്പളത്തിനെന്നറിയോ? 369 രൂപ. അത് കഴിഞ്ഞ വർഷം ഒന്ന് വർദ്ധിപ്പിച്ചായിരുന്നു. അത് എത്ര വർദ്ധിപ്പിച്ചെന്ന് അത് കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത്. 6.65%. നേരത്തെ 346 രൂപയിൽ നിന്ന് 369 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക് കിട്ടുന്ന പൈസ 400 രൂപയാണ് ഡെയിലി. അപ്പോഴാണ് നമ്മുടെ ജയിലിൽ കിടക്കുന്നവന്മാർക്ക് കിട്ടുന്ന പൈസ ഇങ്ങനെയാണ്. അൺസ്കിൽഡ് ലേബേഴ്സിന് 63 രൂപയായിരുന്നു, 530 രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. 530. എത്ര ടൈംസ് ആണ് നിങ്ങൾ നോക്കണം. സെമി സ്കിൽഡ് എന്തെങ്കിലും മറ്റേ അൺസ്കിൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കഴിവില്ലാത്തവന്മാർ അവിടെ പണിയെടുക്കുക. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവന്മാർ 63 രൂപ മേടിച്ചോണ്ടിരുന്നവന്മാർക്ക് ഇപ്പൊ 530 രൂപ കിട്ടും. സെമി സ്കിൽഡ് ലേബേഴ്സ് 127 രൂപയായിരുന്നു, 560 രൂപയാക്കി. സ്കിൽഡ് ലേബേഴ്സ് 152 രൂപയായിരുന്നു, 620 രൂപയാക്കി. നോക്കി നിങ്ങളിതൊന്ന് കാണ്. ഇവന്മാർക്ക് ഫുഡിന് പൈസ കൊടുക്കണ്ട, അക്കോമഡേഷന് പൈസ കൊടുക്കണ്ട, മെഡിസിൻസിന് പൈസ കൊടുക്കണ്ട. ഫുഡിനകത്ത് മട്ടൻ ചിക്കൻ അവന്റെ പറയുന്നില്ല, ഞാൻ സീരിയസ്ലി പറയുന്നില്ല. നമ്മുടെ ഒരു സാധാരണക്കാരന്റെ കുടുംബത്തിൽ എത്ര ആഴ്ചകളിൽ എത്ര മാസം കൂട്ടിരിക്കുമ്പോഴായിരിക്കും ഒരു തവണ മട്ടൻ മേടിക്കുന്നത്? നിങ്ങളൊന്ന് പറ. ഇവിടെ അവന്മാർക്ക് ആഴ്ച ഉണ്ട് മട്ടനോ അവന്റെ അമ്മൂമ്മയുടെ ലവട കുറ്റിയും. മനസ്സിലായോ? അവന്മാർക്കാണ് ഇപ്പം ഇത് ഉണ്ടായി കൊടുത്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 10 കൊല്ലം കടന്നിട്ട് ഇവനൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എത്ര ലക്ഷം രൂപയായിട്ടായിരിക്കും ഇറങ്ങുന്നത്? ഇവിടെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി പട്ടിയെ പോലെ പണിയെടുക്കുന്ന ഒരുത്തന് പോലും ഇത്രയും ബാങ്ക് ബാലൻസ് ആയിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കുറെ പ്രാരാബ്ദവും ലോണും ഒക്കെ ആയിട്ടായിരിക്കും ഗൾഫിൽ നിന്ന് വരുന്നത്. ഇവന്മാർക്ക് അവിടെ സുഖമാണ്. വെയിൽ കൊള്ളണ്ട, ഇത് കൊള്ളണ്ട, ഒന്നുമില്ല. ജയിലിലെ സൗകര്യങ്ങൾ ഈ ഒരു 5-6 കൊല്ലം മുമ്പ്, ഇപ്പോഴൊന്നും ഇല്ല, 6 കൊല്ലം മുമ്പ് ഉള്ള ഒരു ന്യൂസ് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ? വിയ്യൂർ സെൻട്രൽ ജയിലിൽ പ്രതിദിനം 3 നേരം ഊട്ടേണ്ടത് 1000-ഓളം തടവുകാരെയാണ്. 3 നേരത്തേക്കും വേണ്ട പച്ചക്കറികൾ അരിയാൻ തന്നെ നല്ല അധ്വാനം വേണം. 35 തടവുകാരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിയമിച്ചാണ് ഇത് നടത്തിയിരുന്നത്. 1000 പേർക്കുള്ള സദ്യയുടെ ചിട്ടവട്ടങ്ങൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ജയിലിലെ അടുക്കളയുടെ പ്രാധാന്യം. തടവുകാരുടെ അധ്വാനം കുറയ്ക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് തടവുകാരുടെ അധ്വാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ അതിന് വരെ പദ്ധതി. വിയ്യൂർ സെൻട്രൽ ജയിലില് ഹൈടെക് അടുക്കള. അരിയണ്ട, കുത്തിരുന്ന് അരിയ, പണിക്കൊന്നും എടുക്കണ്ട, വെറുതെ പോയി ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ മതി. സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു ദിവസം കഴിയും. മറ്റേ പരിപാടി എല്ലാം മിഷൻ ചെയ്തോളൂ. ഉമ്മർക്ക് പണി എടുങ്ങേ വേണ്ട. എന്തുവാണ് അത്? അടുക്കള വരെ ഹൈടെക്. അരിയണ്ട, ചിരക്കണ്ട, ഒരു ഇതും വേണ്ട. എല്ലാം ഹൈടെക് ആയി കൊടുക്കുക. പണിയൊന്നും എടുക്കണ്ട. നിർമ്മിച്ചത് 1.5 കോടി രൂപയോളം ചെലവിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയത്. 50 കിലോ പച്ചക്കറികൾ അരിയാൻ പോലും ചുരുങ്ങിയ സമയം മതി. ചോറുണ്ടാക്കാനും പാത്രങ്ങൾ കഴുകാനും വെവ്വേറെ സംവിധാനങ്ങൾ. കണ്ടോ? ചോറുണ്ടാക്കാൻ, പാത്രം കഴുകാൻ. ഉമ്മാർക്ക് പിന്നെ എന്തുകൂടെ പണി? സ്വിച്ചിടാണോ പണി? സ്വിച്ചിടൽ വിരലുകൊണ്ട് പോലുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. വിരല് മാത്രം അനങ്ങിയാണ് 550 രൂപ 600 രൂപ ഉണ്ടാക്കുന്നത്. വിരൽ വെച്ചിട്ട്
പൊന്നടാവേ, സമ്മതിക്കണം നമ്മുടെ സർക്കാർ വല്ല ബേശായിരിക്കണു, സൂപ്പർ ആയിരിക്കണു. പിണറായി വിജയൻ ഭരണം കിഴമേ. ഇവിടുത്തെ കയറ് തൊഴിലാളികളുടെ ദിവസക്കൂലി 468 രൂപ. സെക്യൂരിറ്റി വർക്കറിന് പോകുന്ന മിനിമം വേജസ് ആണ് പറയുന്നത് 596 രൂപ. പെട്രോൾ പമ്പിൽ നിൽക്കുന്നവരുടെ മിനിമം വേജസ് 458. കശുവണ്ടി തൊഴിലാളികൾക്ക് 538 രൂപ. ഇതൊക്കെയാണ് ഇവരുടെ മിനിമം വേജസ്. ഇതിനകത്ത് ഫുഡ് അക്കോമഡേഷൻ ഒന്നും ഇല്ല, പിന്നെ മെഡിക്കൽ എക്സ്പെൻസ് ഒന്നും ഇല്ല. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഇതിനകത്ത് പിടിച്ചോണം. മറ്റവന്മാർക്ക് കിട്ടുന്ന 600, 530, 620 രൂപയൊക്കെ അതിനകത്ത് ഫുഡ് കൊടുക്കണ്ട, മറ്റേതിന് കൊടുക്കണ്ട, അല്ലെ കഞ്ചാവോ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അത് ഇറങ്ങിയിട്ട് പിടികിട്ടിയോ? ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇവിടുത്തെ നടക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇവന്മാര് ഈ സർക്കാർ ഈ നാറിയ സർക്കാർ ഈ പരിപാടി കൊണ്ടുവന്നത് എന്നുള്ളതിന് ഉള്ളൊരു വളരെ വ്യക്തമായ ഒരു ഉത്തരവുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉള്ളത് ഇവന്മാരുടെ പാർട്ടിയിലാണ്. റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ പറയുന്ന കാര്യം ഒന്ന് കേൾക്കുക. കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം. ഇപ്പോൾ ജയിൽ വകുപ്പിൽ നിന്ന് 230 എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു 350 രൂപ ആക്കണം എന്നുള്ള ഒരു ശുപാർശ പോയി. ആ ശുപാർശ പോയപ്പോൾ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതെടുത്തങ്ങ് വെട്ടി, എന്നിട്ട് 620 രൂപ ആക്കി കൊടുത്തു. എന്താ കാര്യം? നമ്മുടെ പിള്ളേർ 350 രൂപയോ ഇത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു മുഖ്യൻ. പിള്ളേർ ജീവിക്കണല്ലോ ആവശ്യം കൊണ്ട് 350 വെട്ടി 620 രൂപ ആക്കിക്കോ പോട്ടെ. നമ്മുടെ പിള്ളേരല്ലേ കിടക്കുന്നത്, അവരെ നോക്കിയില്ല പിന്നെ ആരെയാ നോക്കേണ്ടത്? എന്തൊരു സ്നേഹമുള്ള നമ്മളൊക്കെ നോക്കിയാ. പണമുണ്ട് ഇവരുടെ കയ്യിൽ. അതിന്റെ കാര്യം എന്താണെന്നറിയാം, ഇതിന്റെ നാളെ നമുക്ക് അവിടെ പോയി കിടക്കേണ്ടതല്ലേ, അത്രേ ഉള്ളൂ. അപ്പം പണം വേണമല്ലോ, അതാണ് ഉദ്ദേശം. ഇനി അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കൊലക്കേസുകളിലൊക്കെ ശിക്ഷ അനുഭവിക്കുന്നവരും അതുപോലുള്ള കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവരും ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ CPM-കാരാണ്. അപ്പോൾ ആ പാർട്ടി സഖാക്കൾക്ക് ജയിലിൽ കിടന്നാൽ ഇപ്പൊ പാർട്ടിയാണ് ഇവരുടെ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നത്. അതൊന്ന് ഒഴിവാക്കിയിട്ട് അതും കൂടെ നമ്മൾ പൊതുജനങ്ങൾ വഹിച്ചു. അത് നമ്മുടെ മണ്ടയ്ക്ക് ഇവന്റെ പാർട്ടി വെട്ടി കൊണ്ടിട്ട് അകത്ത് പോയി കിടക്കുന്ന അതിന്റെ മക്കളുമാർക്ക് നമ്മൾ പൈസ കൊടുക്കണം. നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഉണ്ടാക്കി അവന്മാർക്ക് കൊടുക്കണം. എന്തിനാ നമ്മൾ വേണമെങ്കിൽ വെച്ച് വിളമ്പി കൂടെ കൊടുക്കുക. നീമാർ അവിടെ പണിയും കൂടെ എടുക്കട്ടെ. ഇവിടെ പുറത്തുനിന്ന് ആൾക്കാർ എന്നിട്ട് അവന്മാരുടെ പണിയും കൂടെ എടുത്തിട്ട് കൊടുക്കുക. എന്താ അത് പറ്റൂ? അതുകൂടെ പറ്റൂ. അതായിരിക്കും നല്ലത്. വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിലിലോട്ട് പോകാനുള്ളവർക്ക് വലിയൊരു പ്രചോദനമാണിത്. അത് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ പാർട്ടി ഗുണ്ടകൾ ഇനി ഉണ്ടായി വരും. നമ്മൾ ജയിലുണ്ടല്ലോ, ഇവിടെ നമ്മുടെ ആളല്ലേ ഇരിക്കണേ, അവിടെ പോയി കിടക്കുക. ഇവനൊക്കെ ചെയ്യുന്ന ബലാത്സംഗത്തിനും അതേപോലെ തന്നെ ഈ കൊലപാതകത്തിനും ഒക്കെ 51 വെട്ടി കൊല്ലുന്നവനും ഒക്കെ ഈ 620 രൂപ ദിവസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് അടുത്താണ് ഇവന്മാർ കൊടുക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് മറ്റേ നടിയെ ആക്രമിച്ചിട്ട് പൾസർ തോന്നിക്കും കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ ഈ പൈസ. അവന്റെ 2 ലക്ഷം 3 ലക്ഷം രൂപ കണ്ടല്ലയോ ഈ നടിക്ക് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷെ അവന് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് 10-12 ലക്ഷം രൂപ ആയിട്ട് ഇറങ്ങും. സൂപ്പർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാ. ഇത്രയും ക്രിമിനൽസിനെ വളർത്തുന്ന ഒരു പാർട്ടി വേറെ ഇല്ല നമ്മുടെ നാട്ടിൽ. ഇത്രയും ക്രിമിനൽസിനെ വളർത്തുന്ന ഒരു പാർട്ടി. വേറൊരു കണക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഇതൊന്ന് കാണും. 300 ദിവസം, ഒരു വർഷം 300 ദിവസം ഇവന്മാര് പണിയെടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെ 10 വർഷം ഒരുത്തൻ ജയിലിൽ കടന്നു വിചാരിക്കുക. 10 വർഷം 300 ദിവസം ഒരു ദിവസം പണിയെടുത്തവൻ കിട്ടുന്ന, അവൻ ഇറങ്ങുമ്പോൾ കിട്ടുന്ന പൈസ സ്കിൽഡ് ലേബേഴ്സിന് 620 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 18,60,000 രൂപയായിട്ട് അവൻ ഇറങ്ങുന്നത്. സെമി സ്കിൽഡ് ആണെങ്കിൽ 560, 16,80,000 രൂപയായിട്ടാണ് അവൻ ഇറങ്ങുന്നത്. അൺസ്കിൽഡ് ആണെങ്കിൽ 15,90,000 രൂപയായിട്ടാണ് ഇറങ്ങുന്നത്. 10 കൊല്ലം അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും രൂപയാണ് അവൻ ജയിലിനകത്ത് നിന്ന് സമ്പാദിച്ചത്. എത്ര രൂപ അവൻ്റെ അക്കൗണ്ടിലോട്ട് വരുമെന്നോ ഐഡിയ. അവൻ സമ്പാദിക്കുന്ന പൈസയാണ് 15 ലക്ഷം. ഇതിനകത്ത് അവന്റെ ചെലവില്ല, സീറോ ചെലവ്. ഫുഡിന് ഒരു നയാ പൈസ കൊടുക്കണ്ട, മെഡിസിന് നയാ പൈസ കൊടുക്കണ്ട, അവന് കിടക്കുന്ന അക്കോമഡേഷന് 1 രൂപ പോലും കൊടുക്കണ്ട. ഒന്നും ഒരു ചെലവും ഇല്ലാത്ത പൈസയാണ്. 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസയാണ് ഇത്രയും. എത്ര കുടുംബം, എത്ര നമ്മുടെ നാട്ടിലെ എത്ര സാധാരണക്കാരുടെ വീട്ടിൽ 10 കൊല്ലം കൊണ്ട് ഇത്രയും ബാങ്ക് ബാലൻസ് വരും? നിങ്ങളൊന്ന് ആലോചിക്ക്. 10 കൊല്ലം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ പോയി ജയിലിൽ കിടക്കാൻ തയ്യാറാവും. ഇങ്ങനെയാണെങ്കിൽ കാര്യം ഇവിടുത്തെ സാധാരണക്കാർക്ക് കിട്ടൂല ഇത്രയും പൈസ. ഫുഡും വിത്ത് ഈ അക്കോമഡേഷനും എല്ലാം കൂടെ വെച്ചിട്ട് ഈ സാധനം കിട്ടൂല. ഇനി പോട്ടെ, ഈ 300 വേണ്ട, 250 ദിവസം വർക്ക് ചെയ്താൽ തന്നെയും ഈ സ്കിൽഡ് 620 രൂപ മേടിക്കുന്നതിന് 15,50,000 രൂപ കിട്ടും. അതിന് താഴെയുള്ളവർ 14 ലക്ഷം, അതിന് താഴെയുള്ളവരും 13,25,000 രൂപ കിട്ടും. 250 ദിവസം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ 10 കൊല്ലം കിടന്നു കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും രൂപയാണ് ഇവന്മാർക്ക് കിട്ടുന്നത്. എന്താ സൗകര്യം? പണിയെടുക്കേണ്ട എല്ലാ വകുപ്പും ഉണ്ട്. പോരാത്തതിന് ലഹരിയും ഫോണും ഐറ്റംസും എല്ലാം. ഞാൻ ആദ്യം പറഞ്ഞത്, ജയിലിൽ കടന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്നവന്മാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്.
അതുകൊണ്ടാണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ജയിലിൽ നിന്ന് നമ്മുടെ ഗോവിന്ദചാമി ചാടിയായിരുന്നു. ഗോവിന്ദചാമി ചാടിയ സമയത്ത് ഗോവിന്ദചാമിയുടെ മൊഴിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ അതൊന്ന് വെക്കാം. ചാമി ആവർത്തിച്ച് പറയുന്നത് എന്തായാലും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. എന്നാൽ ജയിലിലെ പൊതുസ്ഥിതിയെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലിന്റെ ഇടയിലാണ് ഈ അവിടേക്കുള്ള ലഹരി ഒഴുക്കിനെ കുറിച്ചും ഫോൺ വിളിക്കാൻ സുലഭമായ സൗകര്യങ്ങൾ ഉണ്ടെന്നതിനെ കുറിച്ചും ഏത് ബ്ലോക്കിലാണ് അത് ലഭിക്കുന്നതിനെ കുറിച്ചും ഏതൊക്കെ വ്യക്തികളാണ് അതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചും ആരൊക്കെയാണ് പണം വാങ്ങുന്നതിനെ സംബന്ധിച്ചും ഒക്കെ വിശദമായുള്ള കാര്യങ്ങൾ ഗോവിന്ദചാമിയുടെ മൊഴിയിലുണ്ട്. ഇത് 5 മാസം മുമ്പ് വന്ന വാർത്തയാണ്, 5 കൊല്ലം മുമ്പ് വന്ന അല്ല. 5 കൊല്ലം മുമ്പും 6 കൊല്ലം മുമ്പും ഉള്ള വാർത്ത എടുത്ത് നോക്കുകയാണെങ്കിൽ ജയിലിലെ കഞ്ചാവും മയക്കുമരുന്നും എല്ലാ ഐറ്റംസിനെ പറ്റി അന്നും വാർത്തയുണ്ട്, ഇന്നും വാർത്തയുണ്ട്. ഇതൊന്നും ഇതുവരെ ഇവന്മാർക്ക് അവിടുന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഇവന്മാർക്ക് വേണ്ട പൈസ ഇത്രയും കൂടെ കൊടുക്കുന്നത്. ആദ്യം അതൊക്കെ നിർത്ത്. പാർട്ടി തന്നെയാണ് ഇത്രയും ക്രിമിനൽസിനെ ഉണ്ടാക്കണത് ഈ നാട്ടില്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മുടെ ഡൽഹി തീഹാർ ജയിലിൽ സ്കിൽഡ് ലേബേഴ്സിന് കിട്ടുന്ന പ്രൈസ് എമൗണ്ട് 361 രൂപയാണ്. സെമി സ്കിൽഡ് ആണെങ്കിൽ 328 രൂപയാണ്. അൺസ്കിൽഡ് ആണെങ്കിൽ 297 ഇവരെ പൊട്ടിച്ചിട്ട് ഇപ്പം കേരളം ആയിട്ടുണ്ട്. കേരളമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ടോപ്പ് ആയിട്ട് ഏറ്റവും കൂടുതൽ പൈസ പ്രിസണേഴ്സിന് കൊടുക്കുന്നത്. ബാക്കിയുള്ള ജയിലിലെ കമ്പാരിസൺ ഞാൻ വെക്കാം. ദാണ്ട കേരളത്തിലാണ് ഏറ്റവും ആദ്യം കിടക്കുന്നത് ഡൽഹി, അതിന് തൊട്ട് താഴെ ഡൽഹി തീഹാർ ജയിലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ അപ്രോക്സിമേറ്റ് 100, 300, 90, 270, 80, 280 അപ്രോക്സിമേറ്റ്. ഉത്തർപ്രദേശ് 80, 60, 50, ഹരിയാന 90, 90, 80, മഹാരാഷ്ട്ര 74, 67, 67, 54, പോണ്ടിച്ചേരി 180, 160, 150. ഇതുപോലൊക്കെയാണ് അവരുടെ മിനിമം വേജസ് പോകുന്നത്. കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ഇത് 500 കുറഞ്ഞില്ല. 530, 560, 620. ബാക്കി ജയിലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഇത്രയും ഇതുള്ളത്. വേറെ ഒരിടത്തും ഇല്ല. ഇത്രയും ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല. 100% ചാച്ചരത. ഇത്രയും ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഈ CPM. ഇവന്മാർ ഈ പാർട്ടിയാണ്, ഇവന്മാർ ഈ ക്രിമിനൽസിനെ ഉണ്ടാക്കുന്ന ഹബ്ബാണ്. ഇത്രയും ക്രിമിനൽസിനെ പടച്ചു വിടുന്ന ഉണ്ടാക്കി വിടുന്ന പാർട്ടി വേറെ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ കാണത്തില്ല. ഇപ്പൊ അവന്മാർക്ക് നമ്മുടെ ചെലവിൽ നമ്മുടെ നികുതി പണം എടുത്ത് നമ്മുടെ ക്യാഷ് മേടിച്ച് അവന്മാർക്ക് വളരാനുള്ള ഒരു അവസരവും കൂടെ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത പരിപാടി. ഇത്രയും ഒരു നാറിയ സർക്കാർ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നാറിയ ഒരു ഭരണം, ഇത്രയും നാറിയ ഒരു സർക്കാർ. കേരളം മുടിപ്പിച്ച് പണ്ടാരടക്കിയിട്ട് ഇറങ്ങി പോത്തോളം എന്നുള്ള രീതിയിലാണ് ഇരിക്കണം. ഈ കേരളം പണ്ടാരടക്കിയിട്ട് സീരിയസ്. ഇത് കേൾക്കാൻ നമുക്ക് വിഷമമുണ്ട്. നമ്മളൊക്കെ പട്ടിപ്പണി എടുത്തിട്ടുണ്ട്. ബിടെക് 4 കൊല്ലം ചരച്ച് കുറെ കോഴ്സും പഠിച്ചിട്ട് അല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് പണിയെടുക്കുന്ന പിള്ളേരുടെ ചോദിച്ചാൽ അറിയാം, അവന്മാർക്ക് പോലും കിട്ടുന്നില്ല ഇത്രയും പൈസ. ഞാനൊക്കെ ആദ്യം വർക്ക് ചെയ്ത് 10,000 രൂപയ്ക്കാണ് പട്ടിപ്പണി. അത് 10-12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നത്. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെന്നറിയോ ഒരു 25,000 രൂപ, ഒരു 30,000 രൂപ എനിക്കിത് കിട്ടി തുടങ്ങിയത്. എത്ര കൊല്ലം വർക്ക് ചെയ്യുന്ന ശേഷമാണെന്നറിയോ. അതൊന്നും വേണ്ട ഉമ്മാർക്ക്. സ്കിൽഡോ സെമി സ്കിൽഡോ ഒന്നും വേണ്ട, ക്വാളിഫിക്കേഷൻ പോലും വേണ്ട. എന്തെങ്കിലും വല്ല IT എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കിട്ടും 620 രൂപ. എന്തെങ്കിലും പണി അറിയാമെങ്കിൽ കിട്ടും. ഇതൊക്കെ കേൾക്കുമ്പോൾ സീരിയസ്ലി വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഈ കിടന്ന് പറയണേ. തോന്നി മാസം അല്ല എന്ത് പറയാനാ.